മാതാപിതാക്കളെയൊക്കെ തെറ്റുകുറ്റങ്ങൾ റബ്ബത്താലെ വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തെയും നമ്മെയും ഒക്കെ എല്ലാവിധ അപകടങ്ങളെ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും റബ്ബത്താലെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനികളെ, ലോകാനുഗ്രഹിയായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഈ റബീഉൽ അവ്വൽ എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ പ്രവാചകരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം എന്നതിൻ്റെ അപ്പുറം അല്ലാഹുവിൻ്റെ പ്രവാചകരെ പഠിക്കാനും ആ പ്രവാചകരെ ഉൾക്കൊള്ളാനും ആ പ്രവാചകരെ വേണ്ടും വിധം മനസ്സിലാക്കാനും നമ്മൾ ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്യേണ്ട, പ്രയാസപ്പെടേണ്ട ഒരു മാസമാണ് ഈ മാസം. അല്ലാഹുവിൻ്റെ പ്രവാചകരെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രവാചകരെ കുറ്റപ്പെടുത്താനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിൻ്റെ മുമ്പിൽ വികൃതമാക്കി കാണിക്കാനും പരിശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ, ഇസ്ലാമായി ജനിച്ചവരും അല്ലെങ്കിൽ ഇസ്ലാമായി ജീവിച്ചവരും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളും ഒക്കെ ഒരുപാട് വിഭാഗം അല്ലാഹുവിൻ്റെ പ്രവാചകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അല്ലാഹുവിൻ്റെ പ്രവാചകരെ മോശമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് നമ്മൾ അറിയാതിരുന്നുകൂടാ, നമ്മൾ ശ്രദ്ധിക്കാതിരുന്നുകൂടാ. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹുവിലും അവൻ്റെ പ്രവാചകരിലും കിതാബിലും മലക്കുകളിലും വേദങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവർക്കാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയാം. ആ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയണം ആമിനു ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവൻ്റെ പ്രവാചകരിലും വിശ്വസിക്കുക. അപ്പൊ വിശ്വസിച്ചവരെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് കടുപ്പമാണല്ലത്. വിശ്വസിച്ചവരോടാണ് അല്ലാഹു തആല പറയുന്നത് ആമിനു ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവൻ്റെ പ്രവാചകരിലും വിശ്വസിക്കുക. കാരണം അല്ലാഹുവിൻ്റെ പ്രവാചകരിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് അത്ര നിസ്സാരമായൊരു കാര്യമൊന്നുമല്ല, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ നമ്മൾ നോക്കിയാൽ ലോകത്ത് ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. കാര്യമൊക്കെ ശരി തന്നെ, 150 കോടിയുണ്ട്, അല്ലെങ്കിൽ അത്ര ഉണ്ട് ഇത്ര ഉണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ ആ ഈമാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വിഭാഗത്തിന് എത്രമാത്രം ഉണ്ട്, ഈമാൻ ഈ വിഭാഗത്തിന് നൽകപ്പെട്ടിട്ടുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈമാൻ എന്ന് പറയുന്നത് റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. തസ്ദീഖുർ റസൂലി ഫീമാ ജാഅ ബിഹി അൻ റബ്ബിഹി, അള്ളാഹുവിൻ്റെ പ്രവാചകർ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ വിശ്വസിക്കലാണ്, അംഗീകരിക്കലാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതാണ് ഖുർആനിൽ അതൊക്കെ നബി കൊണ്ടുവന്നത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകർ കൊണ്ടുവന്നത് വിശ്വസിക്കലാണ് ഈമാൻ എന്ന് പറഞ്ഞത്. ആ വിഷയത്തിൽ മുസ്ലിമീങ്ങളിൽ നല്ലൊരു വിഭാഗം ആളുകൾ അത് അംഗീകരിക്കുന്നവരല്ല. നബി കൊണ്ടുവന്നതൊക്കെ അംഗീകരിക്കുക എന്ന് പറഞ്ഞത് അംഗീകരിക്കൂല. നമ്മളെ തെറ്റിദ്ധാരണയാണ്, പലപ്പോഴും അംഗീകരിക്കൂല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യം, അള്ളാന്റെ റസൂല് പറയുന്നുണ്ട് നാക്കിസാത്തു ദീനി വൽ അഖിൽ, പെണ്ണുങ്ങളെ കുറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസിൽ കാണാം, ലഈഫല്ല, വളരെ സ്വഹീഹായ ഹദീസിൽ, ബുദ്ധി ഇല്ലാത്തവരാണ് പെണ്ണുങ്ങൾ. ഒരാണ് സാക്ഷി നിൽക്കുന്നിടത്ത് 2 പെണ്ണ് സാക്ഷി വേണം. ബുദ്ധി ഇല്ലാത്തവരാണ്, അതേപോലെ തന്നെ ദീനും ഇല്ലാത്തവരാണ് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് ഇത് അംഗീകരിക്കുമോ? ഏതെങ്കിലും പെണ്ണിനോട് ഇത് പറഞ്ഞാൽ റസൂലുള്ള നിന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ റസൂലുള്ളാക്ക് വിവരം എല്ലാവരെയും ചിലപ്പോൾ പെണ്ണ് ചിലപ്പോൾ നിഷേധിക്കാൻ ഇടവരും. എഴുതുമില്ല, അള്ളാഹ് കാക്കട്ടെ. അപ്പൊ അള്ളാഹിന്റെ റസൂല് പറഞ്ഞതാണ്, പക്ഷെ അംഗീകരിക്കൂല. ഇതേപോലെ അംഗീകരിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നോക്ക് നിങ്ങൾ, ഇമാം അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, ബുഇസ്തു ബി ജവാമിഇൽ കലിമി, അല്ലാഹു തആല എന്നെ നിയോഗിച്ചിരിക്കുന്നത് വചനങ്ങളുടെ സമ്പൂർണത കൊണ്ടാണ്. ഒരു വാക്കിന് വളരെ വ്യാപകമായ അർത്ഥം നൽകപ്പെട്ട ഒരു പ്രവാചകരായിട്ടാണ് എന്നെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത്. വനുസിർതു ബിർറുബി, ഭയം കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ പേര് കേൾക്കുന്നത് തന്നെ ഭയമാണ് ശത്രുക്കൾക്ക്. അതുകൊണ്ട് എന്നോട് ആരും അടുക്കൂല, എൻ്റെ സൈന്യത്തോട് ആരും അടുക്കൂല, എന്നെ ആരും ആക്രമിക്കാൻ വരൂല, എന്നെ ആരും കൊല്ലാനും വരൂല. അവർക്കൊക്കെ പേടിയാ, പേര് കേൾക്കണത് തന്നെ പേടിയാണ്. മൂന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ബൈന അന നായിമൻ, ഞാൻ ഉറങ്ങുകയായിരുന്നു. ആ ഉറങ്ങുന്ന സമയത്ത് ഊതീതു ബി മഫാത്തി ഖസായിനിൽ അർളി, ഭൂമിയുടെ ഖജനാവുകളുടെ മുഴുവൻ താക്കോലുകൾ കൊണ്ടുവരപ്പെട്ടു. എല്ലാം
പൊന്നും വെള്ളിയും മുത്തും പവിഴവും എന്തൊക്കെ ഇനി ലോകത്തുണ്ടോ അതൊക്കെ, ഭക്ഷണവും വെള്ളവും എല്ലാം, എല്ലാറ്റിൻ്റെ ഖജനാവിൻ്റെ താക്കോലുകളും കൊണ്ടുവരപ്പെട്ടു. വഉലിയത്ത് ഫീ യദയ്യ, അതൊക്കെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് വെക്കപ്പെട്ടുവെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആരുടെയാണ്? ഒക്കെ റസൂലുള്ളാഹിക്ക് അള്ള കൊടുത്താണ്. ഇതൊക്കെ നമ്മൾ എന്ത് കിട്ടുന്നുണ്ടോ, നമ്മ തിന്നുന്ന ചോറും നമ്മ കുടിക്കുന്ന വെള്ളവും അടക്കം, നമ്മൾ ധരിക്കുന്ന വസ്ത്രവും അടക്കം ആരുടെയാ? ഇത് റസൂലുള്ളാഹിക്ക് അള്ള കൊടുത്താണ്. എന്ന് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ തരിക, നമ്മക്ക് ഓര പൊട്ട് റസൂലുള്ളാഹി അതാ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റസൂലുള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ട് നമുക്കിതിങ്ങനെ കിട്ടുകയാണ്. എല്ലാം ആരുടെയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് ഇത് മുഴുവൻ. ഇത് നമ്മൾ അംഗീകരിക്കല്ലാതെ മാർഗല്ല. ഇത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസാണ്. മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്ത്, ഈ ഹദീസ് വെച്ചിട്ട് വ്യാഖ്യാനിക്കുന്നത് കാണാം. ജഅലല്ലാഹു മഫാത്തിഹ ഖസായിനിഹി ബിയദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അവന്റെ ഖജനാവുകളുടെ മുഴുവൻ താക്കോല് കൊടുത്തിരിക്കുന്നത് റസൂലുള്ളാഹിന്റെ കയ്യിലാണ്. ഫമൻ സഅമ, അപ്പൊ ആരെങ്കിലും ഒരാൾ വാദിച്ചാൽ അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅഹാദിൻ നാസി, റസൂലുള്ളാഹി തങ്ങൾ എല്ലാ മനുഷ്യന്മാരെ പോലത്തെ ഒരു മനുഷ്യനാണ്. ലാ യംലികു ഷൈഅൻ അസ്ലൻ, റസൂലുള്ളാഹി തങ്ങൾക്ക് ഒന്നിന്റെ ഉടമസ്ഥതയില്ല. വലാ നഫ്അ ബിഹി, അള്ളാന്റെ റസൂലിനെ കൊണ്ട് ഉപകാരമില്ല. ലാ ലാഹിറം വലാ ബാത്തിനൻ, പ്രത്യക്ഷമായോ പരോക്ഷമായോ ജീവിതകാലത്തോ ജീവിതത്തിന്റെ ശേഷമോ റസൂലുള്ളാഹിനെ കൊണ്ടൊരു ഉപകാരമൊന്നുമില്ല എന്നൊരാൾ വിശ്വസിച്ചാൽ, എന്നൊരാൾ വാദിച്ചാൽ, ഫഹുവ കാഫിറുൻ ഖാസിറു ദുനിയാ വൽ ആഖിറ, അവൻ 5 വക്തും സുബൈ നിസ്കരിക്കണ മുഅ്മിനാണെങ്കിലും അവൻ ആരാണ്? അവൻ കാഫിറാണ്. ദുനിയാവും ആഖിറും നഷ്ടപ്പെട്ട കാഫിറാണ്. എന്തുകൊണ്ട്? തസ്ദീഖുർ റസൂൽ വന്നിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ കൊണ്ടുവന്നതൊക്കെ അവൻ വാസ്തവമാക്കിയിട്ടില്ല. അതിനാണ് കാഫിർ പറയാ. നിസ്കരിച്ചിട്ടും കാര്യമില്ല, നോമ്പ് നോറ്റിട്ടും കാര്യമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, എൻ്റെ സമുദായത്തിൽ ഒരു കാലം വരാൻ പോകുന്നുണ്ട്, പള്ളികൾ യജ്തമിഊന ഫീ മസാജിദിഹിം ഉലൂഫൻ, അവരുടെ പള്ളികളിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടും. വലൈസ ഫീഹിം മുഅ്മിനുൻ, അവരിൽ ഒരാൾ പോലും ഈമാനുള്ളവൻ ഉണ്ടാവില്ല എന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞതുകൊണ്ടാണ്. കാരണം നിസ്കാരം, നോമ്പ്, സക്കാത്തും ഹജ്ജും ഒക്കെ ഉണ്ട്. പക്ഷേ റസൂലുള്ളാഹി തങ്ങളെ തസ്ദീഖാക്കുക എന്ന് പറഞ്ഞ രൂപത്തിൽ തസ്ദീഖാക്കാത്തവൻ ഫഹുവ കാഫിറുൻ ഖാസിറു ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ട കാഫിറാണ് അത്തരം ആളുകളെന്ന് ഷഫീഉനാ റസൂൽ, മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ ലാഹിർ വെച്ചുകൊണ്ട് തന്നെ ഇമാമുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ ഈ റസൂലുള്ളാഹി തങ്ങളുടെ നബിദിനം ആഘോഷിക്കുമ്പോൾ, റബീഉൽ അവ്വൽ ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫീ ഖുലൂബിഹിം മറളുൻ, മുഅ്മിനീങ്ങളായി ജനിച്ച പല ആളുകളുടെ മനസ്സിലും കേടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അവർ മുഅ്മിനാണെന്ന് പറയുന്നു, പക്ഷേ ഫീ ഖുലൂബിഹിം മറളുൻ, അവരുടെ കൽബുകളിൽ രോഗമുണ്ട്, അവരുടെ കൽബുകളിൽ ബിദ്അത്തുണ്ട്, അവരുടെ കൽബുകളിൽ നിഫാഖുണ്ട്, അവരുടെ കൽബുകളിൽ കുഫറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലത് കാണാനും കേൾക്കാനും അവർക്ക് കഴിയില്ല. വസയ്യന ലഹുമു ശൈത്വാനു അഅ്മാലഹും, പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, അവർ ചെയ്യുന്നതൊക്കെ ശൈത്താൻ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കും. ഫസദ്ദഹും അനിസ് സബീൽ, അങ്ങനെ നേർമാർഗത്തിൽ നിന്ന് സിറാത്തുൽ മുസ്തഖീം എന്ന് പിശാച് അവരെ തടയും. അവർ നേരിന്റെ മാർഗത്തിലല്ല, സിറാത്തുൽ മുസ്തഖീമിലല്ല. അവർ 5 നേരം നിസ്കരിക്കുമ്പോഴും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ എന്ന് ദ്വാരന്നിട്ട് കാര്യമൊന്നുമില്ല. അവർ മുസ്തഖീമായ മാർഗത്തിലേക്ക് അവരെ ചേരുന്നതിനെ തൊട്ട് പിശാച് അവരെ തടഞ്ഞിരിക്കുകയാണ്. ഫഹും ലാ യഹ്തദൂൻ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഹും ലാ യഹ്തദൂൻ, അവർ ഒരു കാലത്തും ഹിദായത്ത് സിദ്ധിക്കൂല, അവർക്ക് ഒരു കാലത്തും നേർമാർഗം കിട്ടൂല. നഅൂദു ബില്ലാഹ്, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് മുഅ്മിനാകണമെങ്കിൽ എന്ത് വേണം? മുഅ്മിനാണെങ്കിൽ അള്ളാന്റെ പ്രവാചകർക്ക് നമ്മളെ തന്നെ സമർപ്പിക്കപ്പെടണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിങ്ങളുടെ യുക്തി, അതുണ്ടല്ലോ എല്ലാ മനുഷ്യന്മാർക്കുള്ളതാണ് യുക്തി പറഞ്ഞത്, നിങ്ങളുടെ യുക്തി ഞാൻ കൊണ്ടുവന്നതിനോട്, എൻ്റെ ചിന്തയോട്, എൻ്റെ വാക്കിനോട് യോജിച്ച് വരാത്ത കാലത്തോളം നിങ്ങൾ ആരും മുഅ്മിനാകൂല. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാകൂല
ഹത്താ യകൂന ഹവാഹു, അവന്റെ യുക്തി യോജിച്ചു വരുന്നത് വരെ, തബാൻ ലിമാജി ഇത്തുബിഹി, ഞാൻ കൊണ്ടുവന്നതിനോട് യോജിച്ചു വരുന്നത് വരെ. അള്ളാന്റെ റസൂല് തസ്ദീഖുർ റസൂല് ഫീമാ ജാഅ ബിഹി അൻ റബ്ബിഹി, അള്ളാന്റെ റസൂല് കൊണ്ടുവന്നതിനോട് ഇവന്റെ യുക്തി യോജിക്കണം, അതിനെതിരിലല്ല. അത് നബി ആ പറഞ്ഞത് ശരിയല്ല. നമുക്ക് അത്രയോ ഉണ്ടല്ലോ ഉദാഹരണങ്ങൾ പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവർ ഒരുപാടുണ്ട്, അങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. അത് പറ്റൂല. അള്ളാന്റെ റസൂൽ എന്താണോ പറഞ്ഞത് യുക്തിക്ക് യോജിക്കട്ടെ, യോജിക്കാതിരിക്കട്ടെ. ഉദാഹരണത്തിന് പറയാ, പല്ലിനെ കൊല്ലുക അല്ലേ, പാമ്പിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് കുഴപ്പമൊന്നുമില്ല, പാമ്പ് വിഷമുള്ളതാണ്, കടിച്ച ആളുകൾ മരിച്ചു പോകും. എന്നാൽ പല്ലിനെ കൊല്ലാൻ അള്ളാന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് നമുക്കറിഞ്ഞൂടാ. ബാക്കി എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും അതൊക്കെ ഓരോ ന്യായീകരണങ്ങളാണ്. അതിന്റെ യഥാർത്ഥം എന്താ നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ പല്ലിനെ കണ്ടാൽ കൊല്ലും. എന്തുകൊണ്ട്? നബി കൊല്ലാൻ പറഞ്ഞുകൊണ്ട് കൊല്ലുക. അവിടെ കരുണയുടെ പ്രശ്നം വരുന്നില്ല. അള്ളാന്റെ റസൂല് കൊല്ലാൻ പറഞ്ഞു, നമ്മൾ കൊല്ലും. അവിടെ വേറെ ഒരു വിഷയം അവിടെ ഇല്ല. ഇതാണ് റസൂൽ, ഇതിനാണ് ഹവ യുക്തി എന്നൊക്കെ പറയുന്നത്. ഇത് ഇവിടെ റസൂലുള്ളാഹി തങ്ങളോട് നമ്മുടെ യുക്തി, നമ്മുടെ ചിന്തയൊക്കെ യോജിച്ചു വരണം. അങ്ങനെ യുക്തി മാത്രം യോജിച്ചാൽ പോരാ, സർവവും എല്ലാം, ബാപ്പയും ഇമ്മയും മക്കളും കുടുംബവും പേരക്കുട്ടികളൊക്കെ റസൂലുള്ളാഹി തങ്ങളെ കഴിച്ചിട്ടേ ഉള്ളൂ. അതിനോട് യോജിച്ചു വന്നാൽ അതൊക്കെ ഉണ്ട്. അതിനോട് യോജിച്ചു വന്നില്ലെങ്കിൽ വാപ്പയില്ല, അമ്മയില്ല, മക്കളും ഇല്ല, കെട്ടിയോളും ഇല്ല. അപ്പൊ ഈ പണി നോക്കാൻ പറയണം. അതാ ഈമാൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാകൂല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. അതാ പറഞ്ഞതിന്റെ അർത്ഥം. സ്വന്തം മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും കുടുംബത്തെക്കാളും സർവ്വജനങ്ങളെക്കാളും അള്ളാഹുവിന്റെ പ്രവാചകരെ ഇഷ്ടപ്പെടുക. അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, നബിയെ, എൻ്റെ ഭാര്യ മക്കളെക്കാളും എൻ്റെ കുടുംബത്തെക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് താങ്കളാണ് നബിയെ എന്ന് ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, മൂമിനായിട്ടില്ല, ഈമാൻ ശരിയായിട്ടില്ല. മക്കളെക്കാളും കുട്ടികളെക്കാളും സർവ്വജനങ്ങളെക്കാളും ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഈമാൻ ശരിയാവൂല. അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, മിൻ നഫ്സി, അവനവന്റെ നഫ്സിനേക്കാൾ, എൻ്റെ ശരീരത്തെക്കാളും എനിക്ക് പ്രിയം, എൻ്റെ ആത്മാവിനേക്കാൾ എനിക്ക് പ്രിയം, എൻ്റെ നഫ്സിനേക്കാൾ എനിക്ക് പ്രിയം അവിടെ നിന്നാണ് നബിയെ എന്ന് ഒരാൾ പറയുമ്പോഴാണ്, വിശ്വസിക്കുമ്പോഴാണ്, ആകുമ്പോഴാണ് ഈമാൻ ശരിയാകുന്നത്. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരത്തെക്കാൾ സത്യവിശ്വാസികൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട ആൾ ആരാണ്? റസൂലുള്ളയാണ്. റസൂലുള്ളാഹി തങ്ങളെക്കാളും വലുത് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹിനെക്കാളും റസൂലിനെക്കാളും വലുതായിട്ട് ഒന്നും ഒരാൾക്ക് ഉണ്ടാവരുത്. അപ്പോഴാണ് ഒരാൾ മുഅ്മിനായി തീരുക എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലുതാരാവണം? റസൂലുള്ളാഹി തങ്ങളാവണം. അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അള്ളാന്റെ റസൂല് പറഞ്ഞോ, എന്നാ അത് ഞാൻ ചെയ്യും. അള്ളാന്റെ റസൂല് ചെയ്യരുതെന്ന് പറഞ്ഞോ, അത് ഞാൻ ചെയ്യൂല. റസൂലുള്ളാഹിക്ക് ഇഷ്ടല്ലേ, എന്നാ അത് എനിക്ക് ഇഷ്ടമല്ല. അതാണ് ഈമാൻ. ഒരു ഈമാനുള്ള മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞത് അതാണ്. അതിൽ പിന്നെ യുക്തിക്കും ബുദ്ധിക്കും ചിന്തയ്ക്കും വിവരത്തിനും ഒന്നും ഒരു സ്ഥാനമില്ല. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഗഫാറുൽ ഖൗസി റളിയല്ലാഹു അൻഹു തങ്ങൾ ഹിജറ 450-കളിൽ ജീവിച്ച, അതായത് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കാലത്ത് ജീവിച്ച വലിയ ഒരു പണ്ഡിതനാണ്. തൗഹീദ് എന്ന പേരിൽ തസൗഫുൽ തൗഹീദ് എന്ന കിതാബ് ഉണ്ടാക്കിയ ആളാണ് ആര്? ഷെയ്ഖ് അബ്ദുൽ ഗഫാറുൽ ഖൗസി റഹ്മഹുല്ലാ. മൂപ്പരും മകനും കൂടി ഇരുന്നിട്ട് ഒരു ദിവസം ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഇത് വെറും സംഭവമല്ല, കിതാബുകളിലൊക്കെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവമാണ്, ഒരു ചരിത്രമാണ്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടാൻ, അവരുടെ ചോറിന് കൂട്ടാനായിട്ടുള്ളത് ഉണക്ക ഇറച്ചി, വരടാക്കി ഇറച്ചി, നമ്മുടെ പിന്നെ ഉണക്ക മീൻ വെട്ടിയിട്ട്, കണ്ടമീൻ ഉണ്ടല്ലോ, കണ്ടമീൻ സ്രാവും മറ്റൊക്കെ ഉണക്ക എന്ന പോലെ ഉണക്ക ഇറച്ചി എടുത്ത് വെച്ചിട്ട്, ഇറച്ചി കിട്ടുന്ന കാലത്ത് വേനൽക്കാലത്ത് ഉണക്കി വെച്ചിട്ട്, അത് മഴക്കാലത്ത് പിന്നീടുള്ള കാലത്ത് എന്ത് ചെയ്യും, ഇറച്ചി കിട്ടാത്തപ്പോഴൊക്കെ ഇതിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, വെള്ളത്തിട്ട് കുതിർത്തിയിട്ട് കുമ്പളങ്ങിയൊക്കെ ഇട്ടിട്ട് വെക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അല്ലേ. ഇപ്പം അതില്ല. ഇപ്പോൾ പറഞ്ഞാൽ പുതിയ തലമുറയ്ക്കൊന്നും അറിയുന്നില്ല എങ്ങനെ ഉണ്ടോ. നമ്മൾ ചെയ്തിരുന്നു. എൻ്റെ വീട്ടിൽ ഇറച്ചി ഉണക്കിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കമ്പിയിൽ ഇങ്ങനെ കോർത്തിട്ട് ഒരു പനിന്ന് അടുത്ത പനിക്ക് ഇങ്ങനെ കെട്ടും. എന്നിട്ട് അതിൽ കാക്കിയും മറ്റൊക്കെ വരുന്നതിന് ആട്ടാൻ ഞാനൊക്കെ കാവൽ നിന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഇറച്ചി ഉണക്കിയെടുത്തൊക്കെ. അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇപ്പോൾ ഫ്രഷ് അരച്ച് തിന്നാൽ കിട്ടൂല. ഏതാവട്ടെ അന്നത്തെ കാലം, ഇപ്പോഴൊന്നും അത് കിട്ടൂലല്ലോ. ഏതായാലും അങ്ങനെ ഇറച്ചിയും
ചിരങ്ങയും കൂടിയിട്ട് കൂട്ടാൻ വെക്കും. അപ്പൊ അന്നത്തെ അവരുടെ കൂട്ടാൻ എന്താണ്? ഈ ഇറച്ചിയും ചിരങ്ങയും കൂടി കൂട്ടാൻ വെച്ചതാണ്. ഇത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൂട്ടാൻ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഗഫാറുൽ കൗസി തങ്ങള് അന്ന് എന്ത് പെറുക്കി തിന്നാണ്? ഈ ചിരങ്ങ ഇങ്ങനെ പെറുക്കി തിന്നുക. ഇറച്ചി കൂട്ടാൻ കുമ്പളങ്ങ പെറുക്കി തിന്നുമ്പോൾ ടേസ്റ്റ് ആണല്ലോ. ഈ ചിരങ്ങ ഇങ്ങനെ പെറുക്കി പെറുക്കി തിന്നാണ്. പെറുക്കി തിന്നണ സമയത്ത് ആകെ ഒരു മകനാ മൂപ്പർക്കുള്ളത്, 10-23 വയസ്സായ ഒരു മകൻ. ആ മകനും ബാപ്പയും കൂടിയിട്ടാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ പെറുക്കി തിന്നണ സമയത്ത് മൂപ്പര് പറഞ്ഞു, ഇത് റസൂലുള്ളാഹി തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. ഏത്? ചിരങ്ങ. ചിരങ്ങ റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമുള്ളൊരു സാധനം. ഞമ്മക്ക് ഇഷ്ടമല്ല എന്ന് പറയരുത്. ഇഷ്ടം അല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യരുത്? അതെനിക്ക് ഇഷ്ടമല്ല എന്ന് വായ കൊണ്ട് പറയരുത്. തിന്നില്ലെങ്കിൽ വേണ്ട, തിന്നണ്ട. റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടമായിനോ? ഇത് വാപ്പ പറഞ്ഞു ഇത് റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമായിനൊന്നും പണ്ട് ഇയാൾ ഇങ്ങനെ പെറുക്കി തിന്നായി ചിരങ്ങ. അതിൽ ഈ മകൻ പറഞ്ഞു, മാ ഹാദിഹി ഇല്ല കദ്ദാറ, ഇതെന്ത് കൂസ്മാണ്ടം, ഇതെന്തിനാ കൊള്ള, വെറും ചണ്ടി എന്നല്ലാതെ എന്തിനാ അത് പറ്റുക പറഞ്ഞാല് മകൻ. കാരണം മകൻ അത്രേ അറിയുള്ളൂ. ഇത് പറയേണ്ട താമസം അരയിൽ കിടന്നിരുന്ന വാളെടുത്തിട്ട് മകന്റെ തല കഴുത്ത് നടുവെറുപ്പെടുത്തി മകനെ കൊന്നു. ഞാൻ പറയുന്നു അള്ളാഹുവിന്റെ പ്രവാചകർക്ക് അത് ഇഷ്ടമാണെന്ന്, നീ പറയുന്നു അത് മ്ലേച്ഛമാണെന്ന്. അള്ളാഹിന്റെ ഭൂമിയിൽ ജീവിക്കാൻ നിനക്ക് അവകാശമില്ല. ഇത് അള്ളാഹിന്റെ റസൂലിന്റെ ഭൂമിയാണ്. ഇത് റസൂലുള്ളാഹിന്റെ ആകാശം, റസൂലുള്ളാഹിന്റെ പ്രപഞ്ചം, റസൂലുള്ളാഹിന്റെ വായു, റസൂലുള്ളാഹിന്റെ ഭക്ഷണം, അതാ നീ തിന്നണത്. നിനക്ക് ജീവിക്കാൻ അവകാശമില്ല എന്നും പറഞ്ഞ് മകനെ കൊന്നു ഷെയ്ഖ് അബ്ദുൽ ഗഫാറുൽ കൗസി തങ്ങൾ. ആലോചിച്ച് നോക്കണം. അതാണ് ഈമാൻ. അതിനാണ് ഈമാൻ എന്ന് പറയാ. അതാ റസൂലുള്ളാഹി, അതാ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളാണെന്ന് പറയുന്നവരെ, ആമിനു ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിലും അവന്റെ പ്രവാചകരിലും വിശ്വസിക്കുക. വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കുക. റസൂലുള്ളാഹി തങ്ങളെ അറിഞ്ഞു വിശ്വസിക്കുക. തസ്ദീഖുർ റസൂലി ഫീമാ ജാഅ ബിഹി അൻ റബ്ബിഹി, അള്ളാഹുവിന്റെ പ്രവാചകർ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നത് എന്തോ അത് അതേപോലെ വിശ്വസിക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞോ എന്നാ അത് ശരിയാണ്. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ പറഞ്ഞോ എന്നാ അതാണ് എൻ്റെ വിശ്വാസം, അതാണ് എൻ്റെ അമല്. തിരിച്ചായാലോ അത് കുഫറാണ്. അതമു തസ്ദീഖ് റസൂലി ഫീമാ ഉലിമ ബില്ലറൂറത്തി മജിയൂഹു ബിഹി. ഇമാം റാസി രേഖപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ പ്രവാചകർ കൊണ്ടുവന്നതായിട്ട് അറിയപ്പെട്ട എന്തെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ അതിനാണ് കുഫർ എന്ന് പറയാ. അത് കുഫറാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ നിഷേധിക്കലാണ് കുഫർ. ആ പ്രവാചകരെ അംഗീകരിക്കലാണ് ഈമാൻ. ആ നിലയ്ക്ക് ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉൾക്കൊള്ളാനും വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കാനും അംഗീകരിക്കാനും ഒക്കെ നമ്മൾ പഠിക്കണം. നമ്മുടെ മക്കളെ, പേരക്കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം. അതിനാണ് റബീഉൽ അവ്വൽ നമ്മൾ ആഘോഷിക്കുന്നത്. അതാണ് റബീഉൽ അവ്വലിന്റെ പ്രധാന മർമ്മം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മുടെ വീടുകളിൽ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകൾ പാരായണം ചെയ്യുക, റസൂലുള്ളാഹി തങ്ങളുടെ സ്വലാത്ത് ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക, റസൂലുള്ളാഹി തങ്ങളെ പുകഴ്ത്തി പറയുക, അവിടുത്തെ റസൂലുള്ളാഹി തങ്ങളുടെ മഹബത്തിന്റെ പേരിൽ ദാനധർമ്മങ്ങളൊക്കെ അധികരിപ്പിക്കുക. അത്തരം കർമ്മങ്ങൾ കൊണ്ട് ഈ പരിപാവനമായ റബീഉൽ അവ്വലിനെ ധന്യമാക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ, അവസരം നൽകുമാറാവട്ടെ, സാഹചര്യം നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.